സ്കന്ധം 11 അധ്യായം 34 മുതൽ 37 വരെ. നമ്മൾ ഇതുവരെ കണ്ടത് രാജഭരണത്തിന്റെ ദോഷത്തെ പറ്റിയാണ്. കംസൻ എന്ന ഒരാളെ വെച്ചുകൊണ്ടാണ്, ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. രാജഭരണത്തിൽ നിന്ന് ലോകം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നാണ്. അപ്പം പണ്ട് രാജഭരണമായിരുന്നു. ആ രാജഭരണത്തിൽ നിന്ന് കുറെ രാഷ്ട്രങ്ങൾ പിന്നെ കൊളോണിയലിസത്തിൽ, കൊളോണിയലിസത്തിലും തന്നെ രാജാക്കന്മാര് തന്നെയാണ്. പിന്നെ എന്തിലേക്ക് പോയി? മുതലാളിത്തത്തിലേക്ക് പോയി. ആ കഥയാണ് മഹാഭാരതത്തിലൂടെ പറയുന്നത്. മറ്റേത് രാജഭരണം പൊളിച്ചിട്ട് കമ്മ്യൂണിസത്തിലെ സോഷ്യലിസത്തിലേക്ക് പോയതാണ്. ആ കഥയാണ് കൃഷ്ണകഥയിലൂടെ പറയുന്നത്. ചരിത്രം തന്നെയാണ് പറയുന്നത്. കൃഷ്ണൻ എന്ന് പറയുന്നത് കാലവുമാണ്. ഇപ്പോൾ ആദ്യം എന്താ ഉണ്ടാവുക? രാജാവ് ദുഷിക്കുമ്പോൾ, ഭരണം ദുഷിക്കുമ്പോൾ, സ്വാർത്ഥമതികളാവുമ്പോൾ എന്തു പറ്റും? അവിടുത്തെ ഗ്രാമങ്ങളിലെ ജനങ്ങള് എന്തായിരിക്കും? വളരെയധികം കഷ്ടത അനുഭവിക്കും. അപ്പം കാരണം നീതിയൊന്നും അവർക്ക് കിട്ടില്ല, വളരെ കഷ്ടപ്പാട് എല്ലായിരിക്കും. അപ്പോൾ ആ ജനങ്ങൾ പ്രതികരിക്കുന്ന എവിടെയാണ്? പീഡിപ്പിക്കുന്ന സ്ഥലത്ത്, ഏറ്റവും നീചമായ സ്ഥലത്താണ് ഏറ്റവും അധികം കഷ്ടത ഉണ്ടാവുക. അവിടെയായിരിക്കും പ്രതിഷേധം ഉണ്ടാവുക. അത് അവിടെ കാരാഗ്രഹമായിട്ട് ചിത്രീകരിച്ചു. ബൈബിളിലാണെങ്കിൽ കാലിത്തൊഴുത്തായിട്ട് ചിത്രീകരിച്ചു. അത് ഏറ്റവും മോശമായ സ്ഥലത്ത് അവിടെ നിന്നാണ് പ്രതിഷേധം വരിക. പ്രതിഷേധം വരുമ്പോൾ ഇനി എല്ലാം അടിച്ചമർത്താൻ നോക്കും. അടിച്ചമർത്തി കഴിഞ്ഞാലും അത് രക്ഷയൊന്നുമില്ല. അവിടെ നിന്ന് വേറൊരു തീയിൽ പ്രത്യക്ഷപ്പെടും. അതാണ് കൃഷ്ണൻ വേർത്ത് പോയി ജനിച്ചിട്ട് വേറൊരു തീയിൽ പോയി പ്രത്യക്ഷപ്പെട്ടത്. കാരണം അവിടെ വരുന്നിടത്ത എതിർപ്പുകളെ, അപ്പം കാലത്തിന്റെ ആദ്യത്തെ തുടക്കം, ഈ രാജഭരണത്തിനെതിരായ തുടക്കം എതിർപ്പിലൂടെയാണ്. അപ്പോൾ ഒരു തീയിൽ അത് മുളക്കുമ്പോൾ അതിനാണ് ബീജം എന്ന് പറയുന്നത്. വിപ്ലവ ബീജം എന്ന് പറയാം. ഫ്രഞ്ച് വിപ്ലവം എല്ലാം അതിൽ പെടുന്നതാണ്. എല്ലാ വിപ്ലവം ആയാലും അപ്പോൾ ആ ബീജത്തുനിന്ന് അതിനെ തച്ചുടക്കാൻ നോക്കും. അതായത് എവിടെയെങ്കിലും പ്രതിഷേധമുണ്ടോ രാജഭരണത്തിനെതിരായിട്ട്, എവിടെയെങ്കിലും അവരെപ്പോഴും പേടിച്ചിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അതിനെ തച്ചുടക്കാൻ നോക്കും. അപ്പൊ അത് അവിടെ നിന്ന് പ്രത്യക്ഷം പോയിട്ട് വേറൊരുത്തിയിലേക്ക് വരാം. അതാണ് കൃഷ്ണൻ ഒരുത്തിന്ന് വേറൊരുത്തിയിലേക്ക്, യേശു ഒരുത്തിന്ന് ജനിച്ചപ്പാട് പിന്നെ വേറൊരുത്തിയിലേക്ക് പോയി. അതിന്റെ ശേഷമാണ് പിന്നെ അത് കളവ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാരണം ദാരിദ്ര്യമുള്ള സ്ഥലത്താണ് ഈ കളവ് പ്രത്യക്ഷപ്പെടുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ദാരിദ്ര്യം ഉണ്ടെങ്കിൽ വിശക്കുമ്പോൾ ചിലപ്പോൾ മോഷ്ടിച്ചെല്ലാം ചെന്ന് വരും. അവിടെയും പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരുത്തിയിൽ. കാരണം അവരെ പിടിച്ച് ജയിലിലിട്ടുകൊണ്ടൊന്നും പ്രശ്നം സോൾവ് ആവില്ല. അടിസ്ഥാനപരമായ കാര്യം ശരിയായില്ലെങ്കിൽ വേറൊരുത്തിയിൽ മോഷണം വരും. പിന്നെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? സംഘടിക്കാൻ തുടങ്ങുന്നു എല്ലാ ഗോപാലകരെയും. ഗോപാലകർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ നാട്ടിലെ അധ്വാനിക്കുന്ന ജനവിഭാഗം തന്നെ. അന്നത്തെ ജോലി എന്ന് പറയുന്നത് പശുക്കളെ മേയ്ക്കലെല്ലാം തന്നെയാണ്. അപ്പം കൃഷ്ണകഥയില് ഗോക്കളെ മേയ്ക്കുന്നവരായിട്ട് ചിത്രീകരിച്ചെങ്കിൽ ഇപ്പുറത്ത് ആട്ടിടയന്മാരെ സംഘടിപ്പിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചത്. യേശു ആട്ടിടയന്മാരെ സംഘടിപ്പിക്കുന്നുണ്ട്. കൃഷ്ണൻ ഇവിടെ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഇനി സംഘടിച്ച് പ്രവർത്തിക്കാൻ പഠിക്കാം എന്നെല്ലാം കൃഷ്ണൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവരെയെല്ലാം സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആ നാട്ടിലെ ജനങ്ങളെയെല്ലാം സംഘടിപ്പിക്കുന്നു. അതായത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ സംഘടിപ്പിക്കുന്നു. യേശു അത് തന്നെയാണ് ചെയ്തത്. യേശു സംഘടിപ്പിച്ചത് മുസ്ലിങ്ങൾക്കെതിരായിട്ട്, ഹിന്ദുക്കൾക്കെതിരായിട്ടൊന്നും അല്ല ഈ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ ഭരണവർഗത്തിന് തന്നെയാണ്. ആ കഥയിലും പറഞ്ഞിരിക്കുന്നതാണ്. അന്ന് ഭരണത്തിലുള്ളവർക്കെതിരായിട്ട് തന്നെയാണ്. അതാണ് പറഞ്ഞത്, ഈ വേശ്യനെ കല്ലെറിയേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ സമൂഹമാണ്. അവരെ സൃഷ്ടിച്ചതെല്ലാം നിങ്ങൾ തന്നെയാണ്. അവിടെ പിന്നെ എന്ത് പറയുന്നുണ്ട്? ആകാശത്തിലെ പറവകൾ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നെല്ലാം. കാരണം ഇവരെല്ലാം കൊയ്ത് സൂക്ഷിച്ച് സംഭരിച്ചു വെക്കുകയാണ്. രണ്ടും പറയുന്ന ആശയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? അപ്പൊ സംഘടിപ്പിക്കുന്നു. അപ്പൊ ആ ജനത്തിന് മുഴുവൻ കണ്ണിലുണ്ണിയായി മാറും അത്തരം പ്രവർത്തനങ്ങൾ. അതാണ് ഗോപസ്ത്രീകളും ഗോപന്മാരും എല്ലാം. ഗോപസ്ത്രീകൾ മാത്രമായിട്ടല്ല പറയുന്നത്, ഗോപന്മാർ. അതിൻ്റെ ഇടയ്ക്ക് സ്ത്രീകളുടെ മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. ദാമ്പത്യപരമായ ചില കാര്യങ്ങളും കൂടി അവിടെ പറയുന്നുണ്ട്. അതിന്റെ പിന്നിലും ആരാണെന്ന് പറയുന്നുണ്ട്, കാലമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ എന്താണ്? കാലമാണെന്നാണ് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത്. അടിസ്ഥാനപരമായി എല്ലാം ബ്രഹ്മമാണെന്നുള്ള സത്യത്തിലേക്കും അവിടെ പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ കംസൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ പേരെ നശിപ്പിക്കുവാൻ വേണ്ടി ആദ്യം തന്നെ എന്തെല്ലാം അടിച്ചൊതുക്കാനെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് ഇവർ സംഘടിച്ചിട്ട് വന്നു. ഇനി സംഘടിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. ആദ്യം അടിച്ചമർത്താൻ ശ്രമിക്കുമെങ്കിലും സംഘടിച്ചു പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. അത്ര പെട്ടെന്ന് അടിച്ചൊതുക്കാൻ
പറ്റില്ല. അപ്പൊ അടുത്ത സ്റ്റേജിലേക്കാണ് ഇതിലേക്ക് വരാൻ പോകുന്നത്. ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ഒരു ശിവരാത്രി നാളില് നന്ദഗോപര്, ഇവിടെ അതിന്റെ നേതാവായിട്ട് രാജാവായിട്ട് എടുക്കേണ്ടത് നന്ദഗോപരെ വെക്കാനേ പറ്റൂ. കാരണം കാലത്തിന്റെ തലവൻ അന്ന് രാജാവ് നന്ദഗോപരാണ്. രാജാവിന് സമാനമാണ് ആ ദേശവാസികൾക്ക്. അവർക്കൊരു തലവൻ എന്ന നിലയിൽ കാലമാണ് അവരിലോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നന്ദഗോപർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രാത്രിയിൽ ഒരു സർപ്പം പിടികൂടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിലവിളിക്കുന്നു. അപ്പൊ ഗോപന്മാരെല്ലാം കൊണ്ട് തീ കൊണ്ട് ആ സർപ്പത്തെ കൊല്ലാൻ അടിക്കുന്നു, കമ്പുകൊണ്ട് തീയുള്ള ഇങ്ങനെ പിടിച്ചപ്പോൾ അവൻ കൃഷ്ണൻ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മോചിപ്പിക്കുന്നുണ്ട്. കൃഷ്ണൻ വന്ന് തൊട്ടപ്പോൾ തന്നെ, കൃഷ്ണൻ കാലമാണ് വന്ന് അതിനെ കാലം കൊണ്ടൊന്ന് തൊട്ടപ്പോൾ തന്നെ സർപ്പം എന്തായി പോയി. അതൊരു ശാപം മൂലം ഉണ്ടായതാണ്. പണ്ടൊരു ശാപം മൂലം സർപ്പമായി മാറി അതാണെന്ന് അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, ഒരു വാവ് വെച്ചെല്ലാണ് പറയുന്നത്. ശിവരാത്രി വെച്ചെല്ലാം പറയുമ്പോൾ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത്തരം കാലഘട്ടങ്ങളിൽ ഇവര് നാട്ടിൽ നല്ല ഒളിച്ചോടിയതായിട്ട് പറയുന്നുണ്ട്. അതായത് വൃന്ദാവനത്തിലേക്കാണ് പോയത്. എന്തുകൊണ്ട്, അവിടെയെല്ലാം നാട് മുഴുവൻ കംസന്റെ ആൾക്കാർ വന്ന് തമ്മിൽ എല്ലാവരെയും അടിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ അവർ ഒളിവിൽ പോയ മാതിരിയാണ് പോയിരിക്കുന്നത് കാട്ടിലേക്ക്. ഇതെല്ലാം ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം തന്നെയാണ് കാലം. രാജഭരണത്തെ പൊളിച്ചത് അത്തരത്തിൽ തന്നെയാണ്. അല്ല, നോക്കിയാൽ മതി, ചരിത്രം നോക്കിയാൽ മതി. ഈ തരത്തിൽ തന്നെയാണ് ലോകം പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ എന്തുണ്ട്, കാലം തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളെല്ലാം, വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് വന്ന് സർപ്പം വന്ന് വിഴുങ്ങാൻ പോയി എന്നെല്ലാം പറയുന്നത്. അത് കാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. അപ്പം കാലം തന്നെ അവർക്കെതിരായിരിക്കും. പല പ്രതിബന്ധങ്ങൾ ഇപ്പോൾ ഒഴിവിലെല്ലാം പാർത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതിബന്ധങ്ങളെല്ലാം കാട്ടിലെല്ലാം അങ്ങനത്തെ സ്ഥലത്ത് ഫേസ് ചെയ്യേണ്ടി വരും. അതിനെയെല്ലാം കാലം തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. കൃഷ്ണൻ വന്ന് തൊട്ടപ്പോൾ പോയി എന്ന് പറഞ്ഞാൽ കാലം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരതിൽ നിന്നെല്ലാം രക്ഷിപ്പിക്കുന്നുണ്ട്. അവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ ഒരു ദിവസം എന്താണ്, ഈ കൃഷ്ണനും ബലരാമനും ഗോപശ്രീകളും എല്ലാം ഗോപന്മാരും എല്ലാം ചുറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അസുരൻ, ശാകചൂടൻ എന്ന ഒരു കുബേരപുത്രൻ, ഒരു കുബേരന്റെ പുത്രൻ വന്നിട്ട് ഗോപശ്രീകളെ അടിച്ചു കൊടുത്തു കൊണ്ടുപോവുകയാണ്. ഗോപശ്രീകളെ മോഷ്ടിച്ചോണ്ട് കുബേരപുത്രൻ. അപ്പോഴ് കൃഷ്ണൻ പോയിട്ട് അവരെയെല്ലാം കൊല്ലുകയാണ്. അവനിട്ടെറിഞ്ഞ് ഓടുന്നു. പിന്നെ അവസാനം അവനെ കൊല്ലുകയാണ്. അതായത് കുബേരപുത്രന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, പ്രഭുത്വം. രാജഭരണകാലത്ത് പ്രഭുക്കളാണ്, അവരെ ഭരണത്തിന്റെ കീഴിലായിരിക്കും. അവരെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ അവരെന്താ അതിക്രമങ്ങൾ കാണും. അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് തന്നെയാണ്. അവരുടെ പരിപാടി എന്തെല്ലാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അതിനെതിരായിട്ട് ഈ സംഘടിക്കുന്നവരെന്ത് ചെയ്യും, അവരെ മുഴുവൻ ആദ്യം ഒതുക്കും. ആ ദേശത്തിലുള്ള ലോക്കലായിട്ടുള്ള പ്രഭുക്കളെയെല്ലാം ആദ്യം ഒതുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചൂടാരത്ന എല്ലാം കൃഷ്ണൻ എടുത്തിട്ട് ആർക്കൊണ്ട് ബലരാമന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കാലം ബലരാമനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെല്ലാം ഒതുക്കുന്നുണ്ട്. ഇവരെ പ്രതാപമല്ലാതെ എന്ത് ചെയ്യും, ഇല്ലാതാക്കും. ചൂടാരത്നം എടുക്കുക എന്നെല്ലാം പറഞ്ഞാൽ അവരെ സമ്പത്ത് പോലും ഇല്ലാതെയായി പോകും. കാരണം സംഘടിച്ചു കഴിഞ്ഞാല് രാജഭരണകാലത്ത് ചിന്തിച്ചാൽ മതി, ആ ദേശങ്ങൾ മുഴുവൻ അവിടുത്തെ പ്രഭുക്കളെ മക്കളെയെല്ലാം, പ്രഭുക്കളെ മക്കൾ എന്നാണ് പറയുന്നത്. അതാണ് കുബേരപുത്രന്മാർ പറഞ്ഞത്. അപ്പൊ അതിലെല്ലാം കയറിയിട്ട് അവർ കയറി ഇടപെടാൻ തുടങ്ങും. അതോടുകൂടി അവരുടെ പ്രശസ്തിയെല്ലാം അവിടുത്തെ ജന്മിത്വമെല്ലാം അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ചരിത്രം നോക്കിയാൽ മതി. ജന്മിത്വമെല്ലാം ആദ്യം ജന്മിത്വമെല്ലാണ്, ജന്മിത്വം പ്രഭുക്കന്മാരുടെ ഇങ്ങനത്തെ എല്ലാം അവസാനിക്കും. അപ്പൊ അത് പോയതായിട്ട് ഇവിടെ പറയുകയാണ്. പിന്നെ എന്താ പറ്റുന്നതെന്ന് വെച്ചാല്, പിന്നെ വൃഷഭരൂപൻ, ഒരു കാളന്റെ രൂപം ധരിച്ചുകൊണ്ട് ഒരു അസുരൻ
ഭൂമി മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് അവിടെ ഈ പ്രശ്നം ചെയ്യുന്നു. അപ്പൊ ഇത് കംസൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? അവിടെ ജന്മിത്വത്തിനെല്ലാം അടിത്തറ ഇളകുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കംസൻ എന്ത് ചെയ്യും? ശക്തിയുള്ള ആക്രമണങ്ങൾ ആ സ്ഥലത്ത് ഇറക്കി വിടും. അത് കാലം തന്നെ എന്നുണ്ട് അതിന്റെ കാളേന്റെ 2 കൊമ്പും പിടിച്ചിട്ട് വലിച്ചു കീറുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ആ ഭാഗത്ത് സംഘടിച്ചു കഴിഞ്ഞു. ആ ദേശം, ഒരു ദേശം മുഴുവൻ അവരെ കൺട്രോളിലായി കഴിഞ്ഞു. രാജഭരണത്തിനെതിരായിട്ട് അവിടെ സംഘടിച്ചു കഴിഞ്ഞു. ഏത് ഗ്രാമങ്ങളില് അല്ലെങ്കിൽ വനങ്ങളില് എല്ലാം ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇത് ചരിത്രം നോക്കിയാൽ കാണാം. റഷ്യൻ ചരിത്രം എല്ലാം നോക്കിക്കഴിഞ്ഞാല് സംഭവിക്കുന്ന ഇതെല്ലാം തന്നെയായിരിക്കും. അപ്പൊ അതിനെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഇത്രയും സംഭവങ്ങൾ അവിടെ കുബേരന്റെ പുത്രന്റെ കാര്യം പറഞ്ഞല്ലോ. ആ കുബേരന്റെ പുത്രനെ പറയുന്ന, അതായത് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യം പറയുന്നത്, ഇതെല്ലാ നാട്ടിലും കുബേരപുത്രന്മാര് ആ തരത്തിലാണ് അവർ പെരുമാറുക. പ്രഭുത്വം, ജമ്മിത്വം എന്നെല്ലാം പറയുന്നത് ഇത് ഏത് ലോകത്തിലും അത് സംഭവിക്കുന്നതാണ്, ഏത് കാലഘട്ടത്തിലും. ഉദാഹരണമായിട്ട് മഹാഭാരത കഥയില് പാഞ്ചാലിനെ കീചകൻ ഉപദ്രവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഭീമനാണ് അതിനെ വലിച്ചു കീറുന്നത്. അപ്പം കീചകനെ കൊന്നെങ്കിൽ അത് ഭീമനായിരിക്കും, അവിടെ ഒരു ചിന്താഗതി ഉണ്ട്. അപ്പൊ ആ ആശയങ്ങൾ അവിടെ പറയുന്നുണ്ട്. രാമകഥയിലാണെങ്കിൽ സീതേനെയാണ് അപഹരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ സൗഭാഗ്യം എന്ന നിലയിൽ സീതേനെ കാണണം, അല്ലെങ്കിൽ ശ്രീ എന്ന നിലയിൽ കാണണം. ഇതെല്ലാം ഇവരുടെ ഒരു സ്വഭാവമാണ്. എന്ത് ഈ അധർമ്മികൾ ഭരണത്തിലിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം, പാഞ്ചാലിന്റെ വസ്ത്രാക്ഷേപം, ഇതെല്ലാം എല്ലാവരും സ്ത്രീകളെ പെരടിക്കാക്കിയ ഭരണം ദുഷിക്കുമ്പോൾ പിന്നെ അവരുടെ കളി മുഴുവൻ സ്ത്രീകളുടെയും സൗഭാഗ്യത്തിലുമെല്ലാം. അതിലെല്ലാം ആ ദേശത്തിലുള്ള അതിനെ പ്രഭു മക്കളെ എന്ത് ചെയ്യുന്നു, അവരെ വലിച്ചു കീറുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ ആ സ്ഥലം എത്തുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ശബ്ദം എവിടെ എത്തുന്നു? കംസന്റെ ചുവട്ടിലെത്തുന്നു. അവിടത്തെ കൺട്രോളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ ആര് പറയുന്നതായിട്ട്, സാധാരണ ഇതെല്ലാം പറയുന്ന ആര് പറയുന്നതായിട്ടാ പറയാ? നാരദൻ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. കൃഷ്ണൻ ജനിച്ച ദേവകിയിൽ ജനിച്ച് പിന്നെ ഈ ദേശത്തില് നന്ദഗോപരുടെ മകനായിട്ട് അവിടെ വളരുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം കംസനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ കംസൻ ഇത് മനസ്സിലാക്കിയാണ്. അപ്പൊ ഈ കൃഷ്ണൻ പറഞ്ഞ കൃഷ്ണൻ ഇനി ഇങ്ങോട്ടേക്കാ വരാൻ പോകുന്നു എന്നുള്ള കാര്യമെല്ലാം, അതായത് കാലമാകുന്ന കൃഷ്ണൻ എവിടെ ഈ വൃന്ദാവനത്തിലും എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, തഴച്ചു വളർന്നിരിക്കുകയാണ്. ഈ അശരീരി നാരദം പറയുന്നതായിട്ട് കഥയില് പറയുന്നു, കംസനോട് പറയുന്നതായിട്ട്. അപ്പം കംസൻ ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വാള എടുത്തിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാല്, ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വസുദേവരെയും ദേവകിനെയെല്ലാം പിടിച്ച് ആദ്യം ചങ്ങലക്കിടുകയാണ് ജയിലിൽ. അതായത് ആദ്യം തന്നെ നാട്ടിലുള്ള ആ നാട്ടിലേക്കായി കയറിച്ചെല്ലാൻ പോകുന്നതെന്ന് അറിയാം. അതുകൊണ്ട് അവിടെ എല്ലാവരെയും പിടിച്ച് ആരെങ്കിലും അനുഭാവമുള്ളവരുണ്ടോ എന്ന് വെച്ചാൽ അവരെയെല്ലാം പിടിച്ച് ജയിലിലിടും. ആദ്യം ചെയ്യാൻ പോകുന്ന അതാണ്. പിന്നെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് കേശിയെ വിളിക്കുന്നു. കേശിയെ വിളിച്ചിട്ട് എന്ത് പറയുന്നു, നീ പോയിട്ട് അവർമാരെ കൊല്ലണം, 2 പുത്രന്മാരെ അവിടെ നിൽക്കുന്നുണ്ട്, അവന്മാരെ വധിക്കണം. അതായത് ആദ്യം കയറി ഒന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കും. അത് നേരിട്ട് അറ്റാക്ക് ചെയ്യാനും പറ്റൂല, കാരണം അവർ സംഘടിച്ചു നിൽക്കുകയാണ്. അപ്പൊ എന്ത് പറയുന്നു, നീ പോയിട്ട് അവരെ കൊല്ലണം എന്ന് പറയുന്നു. അവന്റെ തന്ത്രത്തിൽ പോയിക്കോളും. പിന്നെ എന്ത് ചെയ്യുന്നു, ചാണൂരാനെല്ലാം വിളിച്ചിട്ട് മല്ലയുദ്ധത്തിനെല്ലാം തയ്യാറായി ആനകളെ, ശക്തിയുള്ള ആനേനെയെല്ലാം, അതായത് കൊട്ടാരത്തിന്റെ ചുറ്റും കാവൽക്കാരെയെല്ലാം വെച്ചിട്ട് ശക്തിപ്പെടുത്തും. കാരണം ഇനി ഇവന്മാർ ഇങ്ങോട്ടാക്കി വരുവാന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും, രാജാക്കന്മാരെന്ത് ചെയ്യും, അവരെ സുരക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരെ കൊട്ടാരത്തിന് ചുറ്റും അറേഞ്ച് ചെയ്ത് വെക്കും. റഷ്യ വിപ്ലവത്തിനെ പറ്റി ചിന്തിച്ചാൽ മതി, അതെല്ലാം തന്നെയായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അക്രൂരരെ വിളിച്ചിട്ട്, ഇവരെ ഒരു ബന്ധുവരെ തന്നെ വിളിച്ചിട്ട് അക്രൂരനോട് പറയാം. കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ട കക്ഷിയാണ്, ആർക്ക്, നന്ദഗോപർക്കെല്ലാം. അപ്പൊ അക്രൂരനെ വിളിച്ചിട്ട് പറയുന്നു, നീ പോയിട്ട് അവിടെ പോയിട്ട് ഇവന്മാരെ കൂട്ടിക്കൊണ്ടായിരുന്നു, കൊട്ടാരം കാണാൻ എന്ന രൂപത്തിൽ കൂട്ടിക്കൊണ്ടാന്ന മതി. അപ്പം കൂട്ടിക്കൊണ്ടാൻ്റെ ഈ കൊട്ടാരത്തിൽ വരുമ്പോ ഇവന്മാരെല്ലാം കൊന്നോളും. കാരണം കാവലെല്ലാം വെച്ചിരിക്കണ്ടല്ലേ, ചാണൂരന്മാരെയെല്ലാം വെച്ചിട്ട്. അങ്ങനെ നീ പോയി കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയുകയാണ് അക്രൂരനോട്. അക്രൂരന് പോവാതിരിക്കാനും പറ്റൂല. കാരണം എന്താണ്,
അക്രൂരിനോട് പറയുന്ന അവർ വരുമ്പോഴേക്ക് ഞാൻ ഇവന്മാരെ എല്ലാം ശരിയാക്കിക്കോളും, ഇവരുടെ കുടുംബങ്ങളെ അടക്കം വംശനാശം വരുത്തിക്കോളും, അതോടുകൂടി ഈ ലോകത്തിൽ എന്തുണ്ടാവില്ല, ശാന്തി സമാധാനം. കാരണം എതിർക്കുന്ന ആരുമില്ല, ശാന്തി സമാധാനം, അങ്ങേർക്ക് ശാന്തിയായിട്ട് ഭരിക്കാം. അപ്പൊ അക്രൂരൻ പറയുന്നു ആ ശരി ഞാൻ പോയിക്കൊള്ളാം. പിന്നെ എങ്ങനെയാ നടക്കുന്നതെന്നല്ല കാലാണ് തീരുമാനിക്കുന്നത്, നമുക്ക് പറ്റൂല. ശാന്തി കിട്ടുമോ, അവർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവരെ എല്ലാം വംശനാശം വരുത്താൻ പറ്റുമോ, അതൊന്നും പറയാൻ പറ്റൂല. അതെല്ലാം കാലമാണ്. എന്നാലും ഞാൻ പോയിക്കോളാം, കാരണം രാജാവ് പറയുമ്പോൾ പോവാതിരിക്കാൻ പറ്റൂല. റെഡി എന്ന് പറഞ്ഞ് പോവാൻ പോകുന്നു. ആ സമയത്താണ് മായാവിയായ കേശി എന്ത് ചെയ്യുന്നു, ഗോപാല വേഷമിട്ട് ഈ ഗോപാലന്മാരുടെ പശുക്കളെ നോക്കുന്നവരുടെ വേഷം ഇട്ടിട്ട് അതിന്റെ ഇടക്ക് കയറി നിന്നുകൊണ്ട് അവരിൽ നിന്ന് ആൾക്കാരെ എല്ലാം മാറ്റി മാറ്റിയിട്ട് ഗുഹയെ കൊണ്ട് ഒളിപ്പിക്കുകയാണ്. അതായത് ഭരണവർഗത്തിന്റെ അല്ലെ രാജാവിന്റെ പ്രത്യേകത എന്താണ്, അവരിലുള്ള ആൾക്കാരെ, സംഘടിപ്പിച്ച ആൾക്കാരെ, ജനത്തെ, ഒരു വിഭാഗത്തെ കയ്യിലെടുക്കുക. ഇതെല്ലാ ഭരണവും ചെയ്യുന്നതാണ്. മുതലാളിത്തവും തൊഴിലാളിത്തവും രണ്ടു വശമാണ് ഉള്ളതെന്ന് വെച്ചോളൂ. മുതലാളിത്തത്തിനെതിരായി നിൽക്കേണ്ടവരാണ് തൊഴിലാളികൾ. പക്ഷെ ആ തൊഴിലാളികൾ ഒരു വിഭാഗത്തെ എന്ത് ചെയ്യും, കൈമലെടുക്കും അവർ മുതലാളിത്തത്തിന് വേണ്ടിയിട്ട്. അത് നമ്മൾ അവരെല്ലാം ചിലവരെന്ത് പറയുന്നേക്കാം, കരിങ്കാലികൾ എന്ന് പറയുന്നേക്കാം. ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, യൂദാസുകൾ എന്ന് പറഞ്ഞു കേൾക്കാം. അതുകൊണ്ട് ഒരു പക്ഷത്തെ അവർ കൈമലെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ കോടാലി കൈ എന്നെല്ലാം പണ്ട് പറയുന്നേക്കാം. അതേ അവസ്ഥ തന്നെയാണ് രാജഭരണത്തിൽ. എന്ത് ചെയ്യും, രാജാവ് ജനങ്ങളിൽ നിന്ന് ചിലവരെയെല്ലാം കയ്യിലെടുക്കും. അത് സിനിമയിലെല്ലാം കാണുന്ന കാര്യങ്ങളാണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യക്കാരിൽ നിന്ന് ചിലവരെ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊരു ഭരണാധികാരിയുടെ ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ, എതിർഭാഗത്ത് നിൽക്കുന്ന ജനത്തിൽ നിന്നും, അത് തൊഴിലാളി വർഗമായിക്കോട്ടെ, ജനമായിക്കോട്ടെ, ആരായിക്കോട്ടെ, പീഡിതരായ വർഗമായിക്കോട്ടെ, അവരിൽ നിന്നും ഒരു വിഭാഗത്തെ ചുളുവിലിങ്ങനെ മാന്തി എടുക്കും. ഇന്നും ജനാധിപത്യത്തിലും നമ്മളത് കാണുന്നുണ്ട്. ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിയമസഭയിൽ വെച്ചിട്ട് ബലാബലം പരീക്ഷിക്കേണ്ടി വരുമ്പോൾ MLA-മാരെ ഇങ്ങനെ ചാക്കിലെടുത്ത് കയറ്റി കൊണ്ടുപോകും. ഇപ്പൊ വേദവ്യാസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ എല്ലാ കാലത്തും ഏത് ഭരണമായാലും അവരെല്ലാം പെരുമാറുന്ന, അധർമ്മികൾ പെരുമാറുന്ന രീതിക്കൊരു ശൈലിയുണ്ട്, ഒരു രീതിയുണ്ട്. അവർ പെരുമാറുന്ന കാര്യം ഒരു പ്രത്യേക രീതിയിലാണ് പോവുക. അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, മറുവശത്ത് വെക്കുന്ന ഒരാളെ കൈമേലെടുക്കും, പീഡിപ്പിച്ച് ആദ്യം ഇല്ലാതാക്കാൻ നോക്കും, പിന്നെ ക്രൂരമായിട്ട് ബലപ്രയോഗം ചെയ്യും, പിന്നെ ചിലപ്പോൾ പാല് കൊടുക്കുന്ന മാതിരി അവരെ പോയിട്ട് സോപ്പടിച്ചിട്ട് അവരിൽ നിന്നൊരു വിഭാഗത്തെ ഇങ്ങനെ അടർത്തിയെടുക്കും. ഇങ്ങനെ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് വേദവ്യാസൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ട് അക്കാലത്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മനുഷ്യൻ ഇങ്ങനെയല്ലേ പ്രവർത്തിക്കൂ. ഒരു ദുർഭരണമുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന വഴികൾ ഇതെല്ലാം തന്നെ ആയിരിക്കും. പക്ഷെ കാലം മുന്നോട്ടേക്ക് ഇങ്ങനെയെല്ലാം തന്നെയാണ് പോവുക എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു മയാസുരൻ എന്ത് ചെയ്യുന്നു, ഗോപാല വേഷമിട്ടിട്ട് ഇവരെയെല്ലാം മാറ്റി മാറ്റി ഗുഹയെ കൊണ്ടേ ഒളിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് ബസ് കയറിയിട്ട് MLA-മാരെയെല്ലാം കൊണ്ടുപോകുന്നുണ്ട്, കൊണ്ടേ വ്യക്തിയിൽ വെച്ചിട്ട് അടച്ചു പൂട്ടിയിരിക്കും. ഇതേമാതിരിയുള്ള ഒരു വേറെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ കൃഷ്ണൻ അവസാനത്തെ 3-4 പേരെ ബാക്കിയായപ്പോൾ അപ്പൊ ഈ സംഘടിച്ച് നിൽക്കുന്നവരെ വിഘടിപ്പിക്കുക. അത് കഴിഞ്ഞ് ഇന്നത്തെ കാലം ജാതി ഉപയോഗിക്കും, മതം ഉപയോഗിക്കും, എല്ലാം ഉപയോഗിക്കും. മുതലാളിത്തം എല്ലാ രൂപവും ഉപയോഗിക്കും. ഇവിടെ മുതലാളിത്തമല്ല, ഇവിടെ പറയുന്നത് എല്ലാ കാലത്തും എല്ലാവരും ഒരേ തത്വം തന്നെ ഉപയോഗിക്കുന്നത്, ശൈലി തന്നെ, തന്ത്രം തന്നെ. അപ്പോൾ ഇവിടെ രാജഭരണത്തിൽ എന്ത് ചെയ്യുന്നു, അതിനും പ്രയോഗിക്കുന്നു. പക്ഷെ കാലമാകുന്ന കൃഷ്ണൻ എന്ത് ചെയ്യുന്നു, അവന്മാരെയെല്ലാം അടിച്ചുകൊല്ലുന്നു. അപ്പൊ കാലമാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇങ്ങനെ എന്ത് തന്ത്രം ഉപയോഗിച്ചാലും കാലം ഇവരെയെല്ലാം രക്ഷിച്ചിട്ട് എങ്ങോട്ടേക്കും എന്നെ കൊണ്ടുപോകും. രാജഭരണം ദുഷിച്ചുപോയി. ഇനി അതാണ് കൃഷ്ണൻ ആദ്യം പറഞ്ഞത്, കാലാകാലങ്ങളിൽ ഞാൻ അവതരിക്കും. ഒരു ഭരണം ദുഷിച്ചാൽ അതിനെ തച്ചടക്കാൻ കാലമാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അതിന്റെ പിന്നാലെ പോകുന്നതേ ഉള്ളൂ. പക്ഷെ പോകുന്ന വഴികളാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവരെയെല്ലാം മോചിപ്പിക്കുന്നു. ഇനി അടുത്തതിൽ കാണാം.